അമ്മ പ്ലീസ്, ഞാനും കൂടി വരാം. ഇതെന്തൊരു കഷ്ടാണപ്പ. ആരും വരണ്ട. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വന്നാലേ ഞാൻ പിണങ്ങും. തീർച്ച അവിടെ നിന്നോളണം. ബാലു, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. സാഗർ, മീനാക്ഷി, ബോറടിക്കണെങ്കിലേ പുറത്തേക്കൊന്ന് ചുറ്റിക്കാണ്. തങ്കത്തിന് അസുഖാന്ന് പറഞ്ഞു. എന്താ അസുഖം? പറഞ്ഞില്ലേ, ചുമയും തലവേദനയൊക്കെയാ. എങ്കിൽ ഞാനൊരു മരുന്ന് റെഡിയാക്കാം. ഒരു കട്ടൻ കാപ്പില് തുളസിയിലയും അല്പ ഇഞ്ചിയും. വേണ്ട ചേച്ചി, കുഴപ്പമില്ല. അപ്പൊ സുധാമണി രാവിലെ ഉച്ചയ്ക്കും വേണ്ട ഭക്ഷണം തയ്യാറാക്കിക്കും. എന്താ ഏതാന്നൊക്കെ തങ്കം പറഞ്ഞു തരും. ശരി അമ്മേ. അത് ശരി, ഈ പാത്രങ്ങളൊന്നും കഴുകില്ലായിരുന്നോ തങ്കം? ഇവൾക്കിപ്പൊ ജോലിയിൽ ഒരു ആത്മാർത്ഥതയില്ല. ഇനി ഈ പാത്രങ്ങളൊക്കെ ആര് കഴുകാനാ? ഭക്ഷണം കഴിക്കണ്ടേ? അല്ല, സുധാമണിയോട് കഴുകാൻ പറയുന്നത് ശരിയല്ല. അല്ല, അതെന്താ ശരിയാകാത്തത്? സുധാമണി അന്യ സ്ത്രീയൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ സ്വന്തം ആളാ. അപ്പൊ നമുക്കൊരാവശ്യം വരുമ്പോ അത് കണ്ടറിഞ്ഞ് ചെയ്യും, അല്ലയോ സുധാമണി? അമ്മ പറഞ്ഞ സത്യ. ഞാൻ ഇവിടുത്തെ ആള് തന്നെയാ. പാത്രങ്ങള് ഞാൻ കഴുകി വെച്ചോളാം. എന്നാലും അത് ശരിയാണോന്നാ എന്റെ വിഷമം. വിഷമിക്കണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. സുധാമണി ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും വലിഞ്ഞു കയറി വന്നത് അബദ്ധമായി പോയല്ലോന്ന്. ഏയ്, സുധാമണി അങ്ങനെയൊന്നും കരുതില്ലമ്മേ. സുധാമണി പറഞ്ഞില്ലേ, ഈ വീട്ടിലെ ഒരാൾ. അങ്ങനെയാ സുധാമണി പെരുമാറുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഇതുപോലെ അവസരങ്ങളില് ഒരിടത്ത് വിരുന്നിന് പോയാ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവില്ലേ, ഈ ബേക്കറി സാധനങ്ങളൊക്കെ. പക്ഷേ സ്വന്തം വീടാണെന്ന് കരുതിയത് കൊണ്ടാ സുധാമണി കയ്യും വീശിങ്ങും പോകുന്നത്. സത്യ സുധാമണി, കാറിൽ ഇറങ്ങിയപ്പോ എനിക്ക് തോന്നിയതേ എന്തെങ്കിലുമൊക്കെ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന്. പിശുക്കി പിശുക്കി പൈസ ഉണ്ടാക്കുന്നത് ഒരു കണക്കിന് നല്ലതാ. അമ്മ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല. ഇങ്ങനെ ഓരോ പൈസ സമ്പാദിച്ചിട്ട് കാര്യം എന്തുവാ? എടി മോളെ, പൈസ ഉണ്ടെങ്കിലല്ലേ ചെലവാക്കാൻ പറ്റൂ. അല്ല പിന്നെ സുധാമണിയുടെ വീടും ചുറ്റുപാടും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ആ കോളനിയിലെ ഒരു 1.5 മുറി വീട്. അതിപ്പോ വേണോ അവിടുന്ന് ഇറങ്ങി പോവാൻ പറയും. അല്ല, അവിടുത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നമുക്ക് അറിയാമല്ലോ. നമ്മൾ അത് സ്വയം മനസ്സിലാക്കണം, അല്ലേ സുധാമണി? ഞാൻ ജോലി തുടങ്ങട്ടെ. സുധാമണി ജോലി ചെയ്യട്ടെ അമ്മേ. സുധാമണി, പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുക്കണം, അഴുക്കൊട്ടും പാടില്ല. നീ എന്താ യാമിനി തങ്കത്തിനോട് പറയുന്നത് പോലെ സുധാമണിയോട് പറയുന്നേ? അതൊന്നും ശരിയല്ല കേട്ടോ. അതൊന്നും സാരമില്ല അമ്മേ. എനിക്ക് തങ്കം സഹോദരിനെ പോലെ തന്നെയാ. ശരി ശരി, എന്നാ സുധാമണി ജോലി തുടങ്ങിക്കോ. ഒക്കെ പെട്ടെന്ന് തീർക്കണം. പിന്നെ ആഹാരത്തിനൊക്കെ നല്ല രുചി വേണം. രുചി കുറഞ്ഞാ ഞങ്ങള് കഴിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്ന് നീ ഇവിടുത്തെ ജോലിക്കാരി. നിന്നെ കൊണ്ട് എച്ചിൽ പാത്രം കഴുകിക്കും, വീട് തുടപ്പിക്കും. നോക്കിക്കോ, ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരാത്ത വിധം നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. സുധാമണി വിഷമിക്കുന്നത് കണ്ടാൽ എന്റെ 3 മക്കൾക്കും അത് സഹിക്കാൻ പറ്റില്ല. സുധാമണിയുടെ കണ്ണ് നിറഞ്ഞാൽ ആ കണ്ണീര് തുടയ്ക്കാൻ 3 മക്കളും മത്സരിച്ച് കൂടെയുണ്ടാവും. അതുകൊണ്ടാ മക്കളെ കൊണ്ട് എനിക്കുള്ള ആവശ്യം നടത്തിയെടുക്കാൻ സുധാമണിയെ വശത്താക്കാൻ ശ്രമിക്കുന്നത്. സുധാമണിയിലൂടെ ഞാൻ മക്കളിലേക്ക് ചെല്ലും. അല്ല, ഈ പറയുന്നത് പോലെ നടത്തിയെടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല.
നടത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാത്തിനും തീർക്കും ഞാൻ. വെട്ടി തുണ്ടം തുണ്ടമാക്കും. സുധാമണിയിൽ കൂടി എന്റെ മക്കളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചു പോകുമെന്ന. ഞാൻ മരിക്കുമെന്ന് ഉറപ്പായാൽ തീർക്കും ഞാൻ. എന്റെ ചോരയിൽ ജനിച്ചവരാണ് എന്റെ മക്കളെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ജീവിക്കണം. അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ചത്താലും ജീവിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഏയ് കൃഷ്ണമൂർത്തി, എന്താ ഇത്? ഇതൊരു ആശുപത്രിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി ഞങ്ങളുടെ പണി കൂടി കളയരുത്. അത് ഡോക്ടർ പേടിക്കണ്ട. എനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു അപകടമുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരുടെയും അക്കൗണ്ടിലെത്തും. വേണ്ട, വരട്ടെ, എല്ലാം കഴിയട്ടെ. പേടിക്കാതെ ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നവരെ ഞാൻ സന്തോഷിപ്പിക്കേയുള്ളൂ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അറിഞ്ഞത് ചെയ്തിരിക്കും. ശരിയായ കാര്യമല്ല ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഈ ലോകത്ത് ശരി മാത്രം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കേട്ടോ? ഞാൻ സുധാമണിയെ ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കട്ടെ? വേണ്ട, വിളിക്കണ്ട. അവളെ വല്ലാതെ ടെൻഷൻ ആക്കണ്ട. അവളിപ്പോ മക്കളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ അത്യാവശ്യ കാര്യത്തിലായിരിക്കും. അതിനിടയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ അമ്മ ഇവിടെ അടുക്കള ജോലിക്ക് വന്നതൊന്നുമല്ല. ബാലു, അമ്മ അന്ന് 100 വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ മാത്രമായിട്ട് വന്നാ മതിയെന്ന്. അപ്പൊ തനിക്കായിരുന്നല്ലോ നിർബന്ധം. ഇത് തന്റെ വീടാണ്, അമ്മയും കൂടി ഈ വീട്ടിൽ വരണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണ്. അത് തനിക്ക് സാധിച്ചു തരണം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അമ്മയും സാഗറിനെയൊക്കെ കണ്ടപ്പോ തന്നെ തന്റെ മമ്മിയുടെ മുഖം മാറിയല്ലോ. അവര് കൂടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാമിനി ആന്റി വ്യക്തമായി പ്രകടമാക്കിയല്ലോ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുവാ. ബാലു, എന്നോട് ക്ഷമിക്കണം. ഏയ്, തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സാകെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. ബാലുവിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അച്ഛമ്മ അടുക്കളയിലെ പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ അതങ്ങ് ഏറ്റെടുക്കായിരുന്നു. തങ്കത്തിന് അസുഖാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തോളാന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞ് ഏറ്റെടുത്തതാ. അമ്മ പാചകം ചെയ്ത അമ്മയുടെ പാചകത്തിന്റെ പ്രത്യേകത ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് ഞാനും കരുതി. ബാലു കണ്ടില്ലേ, അടുക്കള ജോലി ഞാൻ ചെയ്യാന്ന് ഞാൻ നിർബന്ധിച്ചതല്ലേ. പക്ഷെ അമ്മ എന്നെ തടഞ്ഞു. അമ്മ തന്നെ ചെയ്തോളാന്നും പറഞ്ഞു. അമ്മ അത് പറഞ്ഞത് അമ്മയുടെ ഒരു തിരിച്ചറിവും വിവേകവും കൊണ്ടാ. ഇവിടെ പലർക്കും അമ്മയും സാഗറും മീനാക്ഷിയും വന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അങ്ങ് അമ്മ അഭിനയിച്ചതാപ്പൂ. മീനാക്ഷിക്കും സാഗറിനും ഒക്കെ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഞാനും കൂടി ചെന്ന് അമ്മയെ സഹായിക്കാം. താൻ നിക്ക്. താൻ കൂടി ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബാലു, ഞാൻ അടുക്കളയിലേക്ക് പോവാന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ അല്ല. ബാലു പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ. ബാലു വിട്ടെ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇല്ല, വിടില്ല. ഞാനൊന്ന് പോട്ടെ ബാലു, ഞാൻ ചെന്ന് സഹായിക്കാം. നിക്കാനല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. എടോ, സത്യത്തിൽ ഇന്ന് ഇവിടെ യാമിനി ആന്റിയും അങ്കിളും അച്ഛമ്മയും അമ്മയും ഞാനും താനും മീനാക്ഷിയും സാഗറും ഒക്കെ കുട്ടിക്കളിയും ചിരിയുമായിട്ടിരിക്കേണ്ട ദിവസമാ ഇന്ന്. വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട് നേരം പോക്കൊക്കെ ആയിട്ട് കഴിയേണ്ട ദിവസമാ. പക്ഷേ ഇവിടെ 2 ശത്രു വീട്ടുകാർ ഒത്തുകൂടിയൊരു ഫീലാ.
അതൊക്കെ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. പോട്ടെ. താൻ പറഞ്ഞതുപോലെ അമ്മ എന്തായാലും അടുക്കളയിൽ കയറി. അമ്മയുടെ കൈപുണ്യം ഇവിടെ എല്ലാവരും ഒന്ന് അറിയട്ടെ. അപ്പോ പപ്പ, ബാലു, എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണോന്നോ? വെരി വെരി ഹാപ്പി. ബാലു, നമുക്ക് പപ്പയ്ക്കൊരു പ്രത്യേക ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. നമ്മളെ ഒന്നിപ്പിക്കാൻ ദേ ഈ മഹേഷ് മേനോനാണ് മുമ്പിൽ നിന്നത്. ഇങ്ങനൊരു മോനെ തന്നതിന് ഞാനാ നിനക്ക് ഗിഫ്റ്റ് തരുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ എനിക്കറിയാം പല കാര്യങ്ങളിലും ബാലുവിനൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. ഏയ്, അതൊന്നും സാരമില്ല അങ്കിളെ. വിഷമിക്കണ്ട, പ്രശ്നങ്ങളെല്ലാം ഒഴിയും. ഞാനും യാമിനിയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിക്കോട്ടെ, സന്തോഷമൊക്കെ താനേ വരും. ഹലോ, എക്സ്ക്യൂസ് മീ, എൻ്റെ പേര് ആദർശ്, നേച്ചർ ക്ലബിന്റെ പ്രവർത്തകനാണ്. ഞാൻ സംസാരിക്കുന്നത് മീനാക്ഷി എന്ന കുട്ടിയോടല്ലേ? ആ അതെ, ഞാൻ മീനാക്ഷിയാ. മീനാക്ഷി തിരക്കിലാണോ? ഒരു ചെറിയ കാര്യം പറയാനാ. ഒരു മിനിറ്റ്. ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം. ബുദ്ധിമുട്ടോ? ആദർശേട്ടൻ പറഞ്ഞോളൂ. ഞാനിപ്പോ എന്റെ ഏടത്തിയുടെ വീട്ടിലാ, പക്ഷെ സാരില്ല, പറഞ്ഞോളൂ. ഓക്കെ, അന്ന് പറഞ്ഞില്ലേ രക്തദാന വാരം, അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് നാളെ കഴിഞ്ഞ്. കുറച്ച് അംഗങ്ങളുണ്ടാവും, അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വിളിച്ചതാ. പങ്കെടുക്കാൻ പറ്റുമെന്നോ? ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും. ആദർശേട്ടനെ പോലെ ഇത്രയും വിശാല മനസ്സുള്ള ഒരാൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന എനിക്ക് അതിന്റെ നഷ്ടം. പിന്നൊരു കാര്യം, വീട്ടിലെല്ലാവരുടെയും സമ്മതം വാങ്ങണം. എല്ലാ കാര്യങ്ങളും വീട്ടിലംഗങ്ങളുമായി ചർച്ച ചെയ്തിരിക്കണം. അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഓരോ അംഗങ്ങളും ഈ സംഘടനയിൽ പ്രവർത്തിക്കാവൂന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആദർശേട്ടന്റെയും സംഘടനയുടെയും കാര്യം ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിലുള്ളവരോട് പറഞ്ഞതേ ഉള്ളൂ. ആ ശരി, അപ്പോ മീറ്റിംഗ് എപ്പോഴാണെന്ന് അറിയിക്കാം. ഒരു മിനിറ്റ്. എന്താ മീനാക്ഷി? ഞാൻ പരിചയപ്പെട്ടവരിൽ വെച്ച് വളരെ പ്രത്യേകതയുള്ള ആളാ ആദർശേട്ടൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഭൂമിയിൽ ഒരു ജീവിതം കിട്ടി, ആ ജീവിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ എന്റെ ലക്ഷ്യം. ഓക്കെ മീനാക്ഷി, ബൈ. ഓക്കെ ആദർശേട്ടാ. എടാ മോനെ, നീ അവള് പറയുന്നത് കേട്ടായിരുന്നോ? അവള് പരിചയപ്പെട്ടതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ആളാണ് ഞാനെന്ന്. ഞാനൊരു വാക്ക് പോലെ അങ്ങോട്ട് പറഞ്ഞ് പ്രേരിപ്പിക്കാതെ അവളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിച്ചിരിക്കുക. ഇതാടാ എന്റെ രീതി. ഇനി ഞാൻ അവളെ വിട്ടാലും അവൾ എന്നെ വിടില്ല. ആ ദിവസങ്ങളാ നീ അടുത്ത് കാണാൻ പോകുന്നത്. എന്താ മീനു, നീ ഫോണും കൊണ്ട് ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞില്ലേ ഒരു ആദർശിനെ പറ്റിയിട്ട്? പുള്ളി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവരുടെ നേച്ചർ ക്ലബിലെ ആക്ടിവിറ്റീസിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഒരു ദിവസം ആദർശിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാം. കൊച്ചേട്ടനും കൂടെ ഒന്ന് പരിചയപ്പെടണം. അല്ല, ചേട്ടൻ ചേരുന്നു നേച്ചർ ക്ലബില്? ഞാൻ ആദർശിനോട് പറയാം. ഈ പറഞ്ഞ ആദർശിന്റെ രീതികളായിട്ട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കുറച്ചൊക്കെ എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലാതെ 24 മണിക്കൂർ സാമൂഹിക സേവനം ഒന്നും പറഞ്ഞ് കഴിയാൻ എനിക്ക് പറ്റില്ല. എന്നുവെച്ചാ ഇവിടുത്തെ യാമിനി ആന്റിയെ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാണോ? ഇതുപോലെ വലിയ വീടൊക്കെ വെച്ചിട്ട് എങ്ങനെ അപർണേച്ചിയുടെ അമ്മയെ പോലെ ജീവിക്കണമെന്നാണോ നീ ചോദിക്കുന്നേ? മരിക്കേണ്ടി വന്നാലും ഞാനേ അവരെ പോലെ ആവില്ല. അപർണേച്ചിയുടെ വീടായിപ്പോയി. അവര് നമ്മളെ കുറിച്ച് എന്താ വിചാരിച്ചത്? നമ്മളെല്ലാരും
അവരുടെ അടിമകളാണെന്നാ ഭാവം. ഒരു കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ശരിയല്ല പോലും. പിന്നെ ഭരണഘടനയിൽ എഴുതി വെച്ചേക്കല്ലേ ഒരു വീട്ടിൽ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നത് ശിക്ഷാർഹാണെന്ന്. ആ ജനറൽ ക്ലാസ് നമുക്ക് അങ്ങ് അടിച്ചു പൊടിച്ചാലോ? അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ എനിക്കൊരു മനസമാധാനം കിട്ടില്ല. എന്തേ കാണിക്കുന്നേ? ഇത് അപർണേച്ചയുടെ വീടാ. എന്നാലും ഇവരല്ലേ ഇവിടെ താമസിക്കുന്നത്. കുറച്ച് കാശ് ചെലവാക്കട്ടെ. അയ്യോ വേണ്ട കൊച്ചേട്ടാ. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ രാത്രി ഉറക്കം കിട്ടില്ല. നൈസായിട്ട് അങ്ങ് പൊട്ടിക്കാം. അയ്യോ വേണ്ട, അതിങ്ങെടുക്ക്. ഒന്നാമത് എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ നേരത്തെ നോക്കി. ഇവിടെ എങ്ങും ക്യാമറയില്ല, ഒരു തേങ്ങയില്ല. എങ്കിലും വേണ്ട, വിട്ടേക്ക്. കൊച്ചേട്ടന്റെ സ്ഥാനത്ത് ആദർശാണ് പറഞ്ഞേനെ. പോട്ടെ, സാരമില്ല. അവര് സംസ്കാരം ഇല്ലാതെ ഓരോന്ന് കാണിച്ചെന്നും കരുതി നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലാന്ന്. ഓ, അവൾ ആദർശ പുരാണം തുടങ്ങി. നോക്ക്, ആ യാമിനി ആന്റിയെ പോലുള്ളവരുടെ ആദർശമായിട്ട് കാര്യമില്ല. ഈ സാഗർ എന്നെ ആകണം. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ അവർക്കൊരു പണി കൊടുത്തിരിക്കും, അത് ഉറപ്പാ. നോക്കിക്കോ, നല്ല വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം, വല്ല ഫ്ലവർ വേസോ അങ്ങനെ എന്തെങ്കിലും അറിയാത്ത പോലെ തട്ടി താഴെയിട്ട് പൊട്ടിക്കും. എന്നിട്ട് അയ്യോ സോറി അറിഞ്ഞില്ല എന്നങ്ങ് പറയും. അവർക്ക് എന്നെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഇവരുടെ രീതിയൊക്കെ വെച്ചിട്ടാണെങ്കിലേ അവര് കൊല്ലുകയും ചെയ്യും. ഓ പിന്നെ ആ കൊല്ലാനിങ്ങ് വരട്ടെ. പാവമ്മ, അവർ തന്ത്രവും അമ്മ അടുക്കളയിൽ കയറ്റിയതാ. നമുക്കൊന്നും മനസ്സിലായില്ലെന്നാ ആ യാമിനി അമ്മച്ചിയുടെ വിചാരം. എന്നാലും അമ്മ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാന്ന് പറയണ്ടായിരുന്നു. ചേച്ചി, മതി കഴുകിയത്. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. വീട്ടിലെ വിരുന്നുകാരിയാ ചേച്ചി. എന്നിട്ട് ചേച്ചിയെ കൊണ്ട്. അതൊന്നും സാരമില്ല തങ്കം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാചകം എന്റെ സന്തോഷമാണ്. ആ, ഈ എച്ചിൽ പാത്രം കഴുകുന്നതാണോ പാചകം? ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ആരും അറിയരുത്. എന്താ തങ്കം? ചേച്ചി, എനിക്ക് ഒരു അസുഖവും ഇല്ല. അസുഖമുള്ളതായിട്ട് അഭിനയിക്കണമെന്ന് ഇവര് പറഞ്ഞു. ചേച്ചിയെ കഷ്ടപ്പെടുത്താനും നാണം കെടുത്താനുമുള്ള ഇവരുടെ അടവായത്. എന്നാ തങ്കത്തിനോടൊരു കാര്യം പറയട്ടെ. എന്താ ചേച്ചി? എനിക്ക് വ്യക്തമായിട്ടറിയാം ഇതെന്നോടുള്ള ദേഷ്യം തീർക്കലാണെന്ന്. നമ്മളെ പോലുള്ളവരെ ഇതുപോലുള്ള നാടകങ്ങള് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചേ പറ്റൂ. അമ്മേ, അമ്മ പാത്രം കഴുകുവാണോ? എച്ചിൽ പാത്രങ്ങളോ? എന്താ അമ്മ ഇത്? അമ്മ ആഹാരം പാകം ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്? മോളെ, നിങ്ങൾ ആരെങ്കിലും സുധാമണി ചേച്ചിയോട് ഒന്ന് പറയും ഇത് ചെയ്യരുതെന്ന്. മനസാക്ഷി ഇല്ലാത്തവരുടെ ഇടയിൽ വന്നുപെട്ട ഇങ്ങനെയൊക്കെയാ. അമ്മേ, ഈ യാമിനി ആന്റി പറഞ്ഞിട്ടാണോ അമ്മ ഇത് കഴുകുന്നത്? ഏയ് അല്ല മോളെ, അല്ല. പാത്രങ്ങളൊക്കെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന കണ്ടപ്പോ കഴുകി വെക്കാന്ന് വിചാരിച്ചു. എന്തിനാ ചേച്ചി മറ്റുള്ളവരെ രക്ഷിക്കാൻ മോളോട് ഇങ്ങനെ കള്ളം പറയുന്നേ? അമ്മ എന്തിനാ? മോളെ, നീ കരയില്ലേ? അമ്മ അവിടെ പാത്രം കഴുകാറില്ലേ? അതുപോലെയാണോ ഇവിടെ പാത്രം കഴുകുന്നത്? അയ്യോ മോളെ, ആരോട് പറയില്ലേ നീ? മോളെ, ആരോട് പറയല്ലേ?